ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നീർദോശ. നീർദോശ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്കിതിൽ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ബീഫോ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ വേറെ എന്ത് മീറ്റിൻ്റെ കൂടെയും മസാല ചേർത്ത് വെക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഇത് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ബീഫും ഇതും കൂട്ടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് വേറെ വെജിറ്റബിൾ കുറുമയൊക്കെ കഴിക്കും, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. പിന്നെ പച്ചരി ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ അല്പം ജീരകം ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ആദ്യം അരയ്ക്കാം, എങ്ങനെയായാലും ടേസ്റ്റാണ്. ഒരു ഇത്തിരി ചോറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചോറിട്ടത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് കേട്ടോ. നമുക്ക് വെജിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുമയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ചന മസാലയോ പൊട്ടറ്റോ മസാലയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും അപ്പാസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഇത്തിരി നല്ലോണം അരച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ജീരകം ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ഇട്ടത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുമിച്ചരയ്ക്കാം. അത് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത് നന്നായിട്ട് അരച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. ഉപ്പ് ഇടാൻ മറക്കരുത്, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ലോണം വെള്ളത്തിൽ വേണം നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ കേട്ടോ. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ആയാലും ഞാൻ അതിൽ എണ്ണയൊന്നും പരട്ടുന്നില്ല. അപ്പം നമുക്കിത് വേഗം തന്നെ ഈ പാത്രത്തിലാണ് ഇതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ബ്ലാക്ക് കളറ് പോയിട്ടുണ്ട്. ഇനി അത് മാറ്റണം. എന്നാലും ശകലമെല്ലാം വെച്ചിട്ട് അങ്ങനെയുള്ളത് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ, കാരണം ക്യാൻസർ വരുന്നൊക്കെയാണ് പറയണത്. എന്തായാലും എനിക്കത് മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചാൽ നമുക്ക് നല്ല ഇത് ആ ചട്ടി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. തവി കൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല. എന്നിട്ടൊരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അടർന്ന് തന്നെ വരും, കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ സ്പെറ്റുല ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ക്വാളിറ്റി കുറഞ്ഞതായിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് പോയത്. ഇത് വാങ്ങിയിട്ട് 1-2 കൊല്ലമായിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുക. അതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. വെള്ളം കൂടിയെന്ന് എഴുതിയിട്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നും വിചാരിക്കേണ്ട. വെള്ളം എത്ര കൂടിയാലും നല്ലതാണ് കേട്ടോ. ചുറ്റിച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. Thanks for watching. Thank you so much. Take care. Bye. Be positive.